നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 1-ാം തീയതി 1201-ാം ആണ്ട് കന്നിമാസം 15-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഉത്രാട നക്ഷത്രമാണ്. വളരെ കുറച്ച് സമയം മാത്രമേ പൂരാട നക്ഷത്രം ഉള്ളൂ. അത് കഴിഞ്ഞ് ഉത്രാട നക്ഷത്രമാണ്. അപ്പോൾ ഉത്രാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ ഫലം എടുക്കണമെങ്കിൽ 6 നാഴികയ്ക്ക് മുകളിലെങ്കിലും ആ നക്ഷത്രം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ നക്ഷത്രത്തിൻ്റെ ഫലമായിട്ട് എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമുക്ക് പൂരാടം കലണ്ടറിൽ നോക്കുമ്പോൾ പൂരാട നക്ഷത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് എടുക്കേണ്ട നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാട നക്ഷത്രം വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ ആയിട്ടൊക്കെ വന്നിട്ടുള്ളവർക്ക് കന്നിമാസത്തിലെ ഉത്രാട നക്ഷത്രമാണ് ഇന്ന്. കന്നിമാസത്തിലെ ഉത്രാടം നക്ഷത്രമാണ്. ഇന്ന് മഹാനവമിയാണ്. അതായത് അമ്മയുടെ 3 രൂപങ്ങളിലായി 9 ദിവസം പൂർത്തീകരിക്കുകയാണ് മഹാനവമി. പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ട് മൂകാംബിക ക്ഷേത്രത്തിൽ വളരെ വിശേഷ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ്. ബുധനാഴ്ച. നക്ഷത്രം നല്ലതാണ്, ദിവസം നല്ലതാണ്, വളരെ ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാവുന്ന ഒരു ദിവസവും കൂടിയാണ്. അപ്പോൾ നമുക്കിന്ന് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. അത് മാത്രമല്ല, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഞാൻ പറഞ്ഞു കന്നിമാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതി മാത്രമല്ല, ജോലിയിൽ ഉയർച്ച, വിദ്യാഭ്യാസപരമായി പുരോഗതി, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനിട വരും. അത് പഠിക്കാൻ പറ്റാതെ നിൽക്കുന്നവരാവട്ടെ, ഇല്ല ജോലിക്ക് ശ്രമിക്കുന്നവരാവട്ടെ, വിദേശത്ത് പോയി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നവരായിക്കോട്ടെ, പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, ഇവർക്കെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് അത്രയ്ക്ക് ശ്രദ്ധിച്ച് ഈ ഒരു വർഷത്തെ കൊണ്ടുപോകണം. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും, നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തുടങ്ങുന്നത് നന്നായിരിക്കും. രാഹുകാല സമയത്തെ ചിന്തിക്കുമ്പോൾ കലണ്ടറിൽ നമ്മൾ രാഹുകാല സമയം ഇട്ടിട്ടുണ്ട്. ഒരു നിശ്ചിതമായിട്ട് എല്ലാ ദിവസവും ഓരോ സമയം രാഹുകാലം ആയിട്ട് മാറ്റിവെക്കും. അത് കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ്. സൂര്യോദയത്തെ ആസ്പദമാക്കിയിട്ടാണ് ആചാര്യന്മാർ ഒരു ദിവസത്തെ അന്നോടന്നുള്ള രാഹുകാലം നിശ്ചയിക്കണേ. സ്വാഭാവികമായിട്ട് കലണ്ടറിൽ ബുധനാഴ്ച ദിവസമായതുകൊണ്ട് 12 മണി മുതൽ 1:30 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും, അപ്പോൾ ഇവിടെ രാഹുകാല സമയം വരുന്നത് 12:14 തൊട്ട് രാഹുകാല സമയം ആരംഭിക്കും. 12:14 തൊട്ട് 1:43 വരെയാണ് രാഹുകാല സമയം. അപ്പോൾ രാഹുകാല സമയം ഒരു 10-14 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ രാഹുകാല സമയം അത് മനസ്സിലാക്കി വേണം നമ്മൾ ശുഭയാത്രയ്ക്ക്. രാഹുകാലം എന്ന് പറഞ്ഞാൽ അയ്യോ ഒന്നിനും കൊള്ളാത്ത ഒരു സമയം എന്നല്ല. യാത്രയ്ക്ക്, പ്രത്യേകിച്ച് നിത്യയാത്രകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ബാധകമല്ല. ശുഭയാത്രയ്ക്ക്, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുക, ദൂരയാത്രകൾ ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ രാഹുകാലം നോക്കി തന്നെ യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അത് നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും.
ഇന്ന് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 10:45 തൊട്ട് 12:14 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 7:46 തൊട്ട് 9:15 വരെയും. ഇത് പ്രപഞ്ചത്തിൽ അവർക്ക് ആ നെഗറ്റീവ് എനർജി ഉള്ള സമയങ്ങളാണ്. ആ സമയം അവർക്ക് അനുവദനീയമായ സമയമാണ്. ആ സമയത്തിലേക്ക് നമ്മൾ ശുഭകാര്യങ്ങളുമായിട്ട് ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. സാധാരണ അഭിജിത്ത് മുഹൂർത്തം ഉച്ച സമയത്താണ് പറഞ്ഞത്. 14 നാഴിക തൊട്ട് 16 നാഴിക വരെ 2 നാഴിക നേരം, അതായത് 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റ് സമയവും നമുക്ക് ഉപയോഗിക്കാം. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:50 തൊട്ട് 12:38 വരെ. ഈ സമയം ശരിക്ക് രാഹുകാലത്തിൻ്റെ ബന്ധം നിൽക്കുന്ന സമയമാണ്. 12:14 വരെ രാഹു ഉണ്ട്, 12:38 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ലുപ്തിച്ച് ഈ സമയം തന്നെ എടുക്കണമെന്നില്ല. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും ബുധനാഴ്ചയാണ് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പച്ച കളറ് നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായിരിക്കും. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് പച്ച വസ്ത്രം, തുണി, ആ കളറ് നമ്മളിൽ കൊണ്ടു കിടക്കുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.